നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം വേണോ, കൂടുതൽ സന്തോഷം വേണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ബോറടിക്കണം. കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നുന്നുണ്ടല്ലേ? കാരണം നമ്മളെപ്പോഴും ബോറടി മാറ്റാനല്ലേ നോക്കുന്നത്. പക്ഷേ ഈ വിശകലനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ബോറടി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണെന്നാണ്. ഈ ഒരു ആശയത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു ഹാർവാർഡ് പ്രൊഫസർ ആർതർ ബ്രൂക്സിന്റെ ഈ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇത്രയുള്ളൂ: നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കുറഞ്ഞുപോകും, നിങ്ങൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കേ, അപ്പോ ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് നോക്കാം. ഹാർവാർഡിൽ നടന്ന ഒരു പരീക്ഷണത്തെപ്പറ്റി പറയാം. പങ്കെടുക്കുന്നവർക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഒരു മുറിയിൽ വെറുതെ 15 മിനിറ്റ് സ്വന്തം ചിന്തകളുമായി തനിച്ചിരിക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, സ്വയം ഒരു ഇലക്ട്രിക് ഷോക്ക് കേൾപ്പിക്കുക. ഇതിപ്പോ നിങ്ങളോടാണെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അവിടെയാണ് ഞെട്ടിക്കുന്ന കാര്യം. പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്തത് ഇലക്ട്രിക് ഷോക്കാണ്. അതായത് വെറുതെ ഇരുന്ന് സ്വന്തം ചിന്തകളെ നേരിടുന്നതിനേക്കാൾ ഭേദം ഒരു ചെറിയ ഷോക്ക് ഏൽക്കുന്നതാണെന്ന് അവർക്ക് തോന്നി. അത്രത്തോളം നമുക്ക് നമ്മളോടൊപ്പം തനിച്ചിരിക്കാൻ ഇഷ്ടമല്ലെന്ന്, അല്ലെങ്കിൽ പേടിയാണെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു. അപ്പോ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? വെറുതെ ഇരിക്കുന്നതിന് നമ്മൾ എന്തിനാണിങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ തലച്ചോറിനകത്ത് ശരിക്കും എന്താപ്പോ നടക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേക തരം പ്രവർത്തന രീതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ബോറടിയും നമ്മളും തമ്മിലുള്ള ഈ ഒരു ബന്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതിന്റെ പേരാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നിലും ശ്രദ്ധിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ട്രാഫിക് സിഗ്നലിൽ ഫോണൊന്നും എടുക്കാതെ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിലിരുന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ, അപ്പോൾ ആക്ടിവേറ്റ് ആവുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമാണത്. ആ സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ ഓരോന്നാലോചിച്ച് കാടുകയറില്ലേ? ചിലപ്പോൾ പഴയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളായിരിക്കാം. ആ ഒരു അവസ്ഥയ്ക്കാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഓൺ ആകുമ്പോൾ നമുക്കൊരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നും. പക്ഷെ അതിനൊരു കാരണമുണ്ട്. വെറുതെ അല്ല ആ അസ്വസ്ഥത വരുന്നത്. നമ്മുടെ തലച്ചോറ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത്. ആ അസ്വസ്ഥതയുടെ കാരണം എന്താന്ന് വെച്ചാല് ഇതാണ്: നമ്മൾ വെറുതെ ഇരിക്കാൻ തലച്ചോറിനെ അനുവദിക്കുമ്പോൾ അത് ജീവിതത്തിലെ ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്റെ ജീവിതത്തിന് എന്താ ഒരർത്ഥം? എന്റെ ഉദ്ദേശം എന്താണ് ഈ ഭൂമിയിൽ? ഞാൻ ജീവിക്കുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും ഞാൻ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ ചിലപ്പോൾ അസ്വസ്ഥരാക്കും. പക്ഷേ ജീവിതത്തിനൊരു ഡയറക്ഷൻ കിട്ടാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ നമ്മളെ തടയുന്ന ഒരു വലിയ പ്രശ്നം ഇന്നത്തെ കാലത്തുണ്ട്. അതിനെയാണ് വിദഗ്ധർ ഒരു നാശത്തിന്റെ വലയം, അല്ലെങ്കിൽ ഡൂം ലൂപ്പ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഈയൊരു സ്വാഭാവിക പ്രക്രിയയെ, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈയൊരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാൻ നമ്മളൊരു സൂപ്പർ ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മുടെയെല്ലാം പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ നാശത്തിന്റെ വലയം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാം തുടങ്ങുന്നത് വളരെ നിസ്സാരമായിട്ടാണ്. ഒരു ചെറിയ ബോറടി. ഒരു ക്യൂല് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ് കാത്തിരിക്കുമ്പോഴോ തോന്നുന്ന ആ ഒരു ചെറിയൊരു മടുപ്പ്. ബോറടി തോന്നി തുടങ്ങുന്ന അടുത്ത നിമിഷം നമ്മൾ എന്തു ചെയ്യും? നേരെ പോക്കറ്റിൽ കൈയിടും, ഫോൺ എടുക്കും. പിന്നെ സ്ക്രോളിംഗ് ആണ്. അതായത് നമ്മുടെ തലച്ചോറ് ആ വലിയ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിമിഷത്തിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും. ഇതിനെയാണ് ആർതർ ബ്രൂക്സ് ഡൂം ലൂപ്പ് ഓഫ് മീനിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് അർത്ഥത്തിന്റെ ഒരു നാശവലയം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ബോറടി ഒഴിവാക്കാൻ ഫോൺ എടുക്കുന്നു. ആ ഫോൺ ഉപയോഗം കാരണം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതാവുന്നു. ജീവിതത്തിൽ അർത്ഥമില്ലായ്മ തോന്നുമ്പോൾ നമുക്ക് ഉത്കണ്ഠയും വിഷാദവും കൂടുന്നു. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ഒരു ലൂപ്പിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലേ? തീർച്ചയായുമുണ്ട്. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ബോറടിയെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലായിട്ട് കാണുക എന്നതാണ്. അപ്പോ എങ്ങനെയാണ് ഈ ബോറടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ഇതാ കുറച്ച് സിമ്പിൾ വഴികൾ. ഒന്നാമത്തേത്, നിശബ്ദമായ യാത്ര. വണ്ടി ഓടിക്കുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴോ റേഡിയോയും പാട്ടുമൊന്നുമില്ലാതെ ചുമ്മാ പുറത്തേക്ക് നോക്കിയിരുന്ന് യാത്ര ചെയ്യുക. രണ്ടാമത്തേത്, ജിമ്മിൽ പോകുമ്പോൾ ഫോൺ ലോക്കറിൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു ദിവസം വെറും 15 മിനിറ്റ്
ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സമ്മതിച്ചു. പക്ഷെ പതിയെ പതിയെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാം. ആർത്തർ ബ്രൂക്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിയമം പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഫോൺ ഉപയോഗിക്കാറില്ല. കാരണം ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് പരസ്പരം കാണാനും സംസാരിക്കാനുമാണ്, അല്ലാതെ അവിടെ ഇല്ലാത്ത ആരുടെയോ കൂടെ സംസാരിക്കാനല്ല. ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ നമ്മുടെ ബന്ധങ്ങളെയും ആ നിമിഷത്തെയും ഇത് എത്രമാത്രം മെച്ചപ്പെടുത്തുമെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടാൻ, ടെക്നോളജിയുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കാൻ ഇതാ കുറച്ചുകൂടി കാര്യങ്ങൾ. പറ്റുമെങ്കിൽ രാത്രി ഒരു 7 മണിക്കു ശേഷം ഫോൺ ഉപയോഗം നിർത്തുക. ഉറങ്ങുമ്പോൾ ഫോൺ ബെഡ്റൂമിൽ വെക്കാതിരിക്കുക. പിന്നെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് 1-2 ദിവസത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു എക്സ്ക്യൂസ് ഉണ്ട്, അയ്യോ എന്തെങ്കിലും എമർജൻസി കോൾ വന്നാലോ എന്ന്. ശരിയാണ്, പക്ഷെ നമ്മളെ ശരിക്കും ഫോണിൽ നോക്കുന്നത് എമർജൻസിക്ക് വേണ്ടിയാണോ അതോ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും എന്ത് നടക്കുന്നോന്ന് അറിയാനാണോ? ഈ രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോ ഈ എമർജൻസി എന്നുള്ളത് ഒരു മറയായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ഈ പറയുന്ന പോലെ ബോറടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ അസ്വസ്ഥതയൊക്കെ സഹിച്ചാൽ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? വെറുതെ ഇരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ റിവാർഡ്സ്, അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ബോധപൂർവം ബോറടിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലും ബന്ധങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ബോറടി കുറയും. വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ഏറ്റവും കിടിലൻ ഐഡിയാസ് വരുന്നത് ഈ സമയത്തായിരിക്കും. ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിത്തുടങ്ങും. നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥവും ലക്ഷ്യവുമൊക്കെ തോന്നിത്തുടങ്ങും. എല്ലാത്തിനുപരിയായി നിങ്ങളൊരുപക്ഷെ കുറച്ചുകൂടി സന്തോഷവാനായി മാറും. അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എപ്പോഴാണ് അവസാനമായിട്ട് കയ്യിലൊരു ഫോണോ മുന്നിലൊരു ടിവിയോ ഒരു പുസ്തകമോ ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ സ്വന്തം ചിന്തകളുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്നത്? ചിലപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്.